So yes, ladies and gentlemen, I watched the movie called The Gooch. ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ ദ ഗാർജ് എന്നും പറയും. ആപ്പിൾ ടി വി ഉള്ളവർക്ക് മാത്രമാണ് ഇത് കാണാൻ കഴിയുക. കാരണം ആപ്പിൾ ടി വിയിൽ മാത്രമാണ് ഇത് പ്ലേ ചെയ്യുന്നത്. കാരണം അത് അവരായിട്ടുണ്ടാക്കിയ ഒരു 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 സിനിമയാണ് ഗൈസ്. എപ്പിസോഡ് വൈസും നല്ല സിംഗിൾ സ്ട്രെച്ചിൽ കാണാൻ പറ്റിയ ഒരു 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 പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനിമ ഗൈസ്. This is so beautiful, you go and watch it, you will see zombies with the trees, with the ants, with the spiders, and this is most beautiful movie from the Apple എന്നൊക്കെ പറയണമെങ്കിൽ കുരിച്ച് തിരിക്കണം ഗൈസ്. സ്കോട്ട് ഡെറിക്സൺ ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പേര് സുപരിചിതമായിരിക്കും, കാരണം പല ഹൊറർ സിനിമകളും ചില മാർവൽ സിനിമകളും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടറാണ് ഗൈസ് സ്കോട്ട് ഡെറിക്സൺ. ഈ ഒരു സിനിമയിൽ വരുമ്പോൾ മാത്രം കക്ഷി കഥയുടെ ഭാഗം അങ്ങോട്ട് എന്തോ എവിടെയൊക്കെ ഒരു 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 ഇത് വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ളത്. മാർവൽ സിനിമ കക്ഷി ഡയറക്റ്റ് ചെയ്തത് ഡോക്ടർ സ്ട്രേഞ്ച് കക്ഷിയാണ് ആ സിനിമ ഡയറക്ടർ. സോ ഒന്ന് ഊഹിക്കാമല്ലോ കക്ഷിയുടെ മികവ് കഴിവ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയിൽ മാത്രം ഗൈസ് അട്ടർ ഡിസപ്പോയിൻമെൻ്റ് അല്ല, ബട്ട് എന്നിരുന്നാലും ചില ഭാഗങ്ങളിലേക്ക് അതിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് കഥയെ കുറിച്ചിട്ട് ലേശം പറയാം. സ്പോയിലേഴ്സ് അഹെഡ്. 2 സ്നൈപ്പേഴ്സ്, 2 സ്നൈപ്പേഴ്സ്, 1 ലേഡി 1 ബോയ്. വേണമെങ്കിൽ 2 ബോയ് എന്ന് വെച്ചാൽ മതിയായിരുന്നു, അവറ്റുണ്ട് ഫോർ സം റീസൺ, അല്ലെങ്കിൽ പിന്നെ സിനിമ ഉണ്ടാവില്ല. സോ 2 സ്നൈപ്പേഴ്സിനെ 2 സ്ഥലത്തേക്ക് ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആ ഒരു ടവറും ആ ഒരു ഏരിയയും നിങ്ങൾ കാക്കണം. ബട്ട് കണ്ടീഷൻ നമ്പർ 1, എന്താ പറയുക, അപ്പുറത്തുള്ള ടവറുമായിട്ടുള്ള ആരാണോ അവിടെ സ്നൈപ്പറായിട്ട് ആരാണോ അവിടെ ഗാർഡിയനായിട്ട് നിൽക്കുന്നത് അവരുമായിട്ട് ഒരു തരത്തിലും ഒരു കോണ്ടാക്റ്റും പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങൾ താഴത്ത് ചെന്ന് അവിടെയൊക്കെ ചില എന്താ പറയുക അറ്റകുറ്റപ്പണികളും മറ്റേ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ തന്നെ ചെയ്യണം. പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. ടോട്ടലി എന്താ പറയുക സെക്ലൂഡഡ് ഏരിയയാണ്. സോ ഈ 2 ടവറിൻ്റെ ഇടയിൽ ഒരു ഗൂർജാണ്, ഒരു 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 എന്താ പറയുക വലിയൊരു ഗൂർജ്, ഒരു എന്താ പറയുക ഫോഗ് ഇട്ടിട്ട് ഇങ്ങനെ മിസ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുകയാണ്. സോ താഴത്ത് എന്താ ഇരിക്കണമെന്നുള്ളത് രണ്ടുപേർക്കും കാണാൻ കഴിയത്തില്ല. എന്താ സംഭവം എന്നുള്ളതും ഇവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു നാഷണൽ സീക്രട്ടാണ്, പറയാൻ കഴിയത്തില്ല. അങ്ങനെ എന്തൊക്കെയോ ജപ. സോ ഈ കക്ഷി അങ്ങോട്ട് പോകുന്നു, ലേഡി സ്നൈപ്പറും അങ്ങോട്ട് പോകുന്നു. ബട്ട് ലേഡി സ്നൈപ്പർ എന്താ പറയുക കണ്ടീഷൻസൊക്കെ തെറ്റിച്ച് അപ്പുറത്തെ ടവറിലുള്ള ചെക്കനുമായിട്ട് നൈസായിട്ട് എന്താണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാവണം. എനിക്കത് മനസ്സിലായില്ല എങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാവണം. രണ്ടുപേരും സോൾജേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കണം. രണ്ടുപേരും സ്നൈപ്പേഴ്സാണ്. എന്നിട്ടും ബ്ലാങ്ക്ലി 2 മാസത്തെ പരിചയത്തിന് പുറത്ത് രണ്ടുപേരും പ്രണയത്തിലാവണം കേസ്. ആ പ്രണയത്തിൻ്റെ ഇടയ്ക്കിൽ ഇവർ രണ്ടുപേരും ഗൂർജിലേക്ക് അറിയാണ്ട് തട്ടി വീഴുകയാണ്. അപ്പോഴാണ് സത്യാവസ്ഥ ഇവർക്കൊക്കെ മനസ്സിലാവുന്നത്. ഏകദേശം ഒരു റെസിഡൻറ്റ് ഈവൽ അല്ലെങ്കിൽ ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന് പറയുന്ന ആ 2 സിനിമകളിലേക്ക് ഒരു മിശ്രിതം അവിടെ ഇവിടെ നിന്നൊക്കെ ചില എന്താ പറയുക വിലപ്പെട്ട ഏടുകൾ താളുകളൊക്കെ ചീന്തിയെടുത്ത് ഉണ്ടാക്കിയ സിനിമയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ക്ലൈമാക്സ് ടോട്ടലി എക്സ്പെക്റ്റബിൾ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളത് ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി തീർത്ത് സി യു ഗൈസ്. നിങ്ങളുടെ ആപ്പിൾ സബ്സ്ക്രിപ്ഷൻ്റെ കാശുകൾ കിട്ടി, അതുകൊണ്ട് അടുത്ത ഇട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പടം തീരുകയാണ്. സോ ഹു ക്യാൻ വാച്ച് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനിമ, അല്ലെങ്കിൽ ഈ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കാണുന്നവർക്ക് ഒരു എന്താ പറയുക മടുപ്പില്ലാതെ കാണാം. അല്ലാത്തവർ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക്, കാരണം നേരത്തെ പറഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള പ്രണയം ഒരു ഷോർട്ട് നോട്ടീസിൽ ഉണ്ടാകുന്ന ഒരു പ്രണയം, പിന്നെ ഗോർജിലേക്ക് വീഴുമ്പോൾ തന്നെ ഇവർക്ക് മാത്രം എന്താ പറയുക സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് പോലെ ഇവർ മാത്രം രക്ഷപ്പെട്ടു വരുന്നു. എന്താ പറയുക ഇവർക്ക് എൻ്റെ പറയുക A to Z കാര്യങ്ങൾ മൊത്തമൊക്കെ പെട്ടെന്ന് തന്നെ നിഷ്പ്രയാസം ചെയ്യാൻ കഴിവുള്ള 2 സൂപ്പർ ഹ്യൂമൻ ക്യാപ്റ്റൻ അമേരിക്ക പോലുള്ള ടൈപ്പുകളൊക്കെ ആയി മാറുന്നത് ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ഹൗ കം ഗൈസ്. ബട്ട് എനിവേ സിനിമ തന്നെയാണ്, കാണാനുള്ള ഒരു കൊതി തോന്നി. ട്രെയിലർ കണ്ടപ്പോഴാണ് ഒരു മിസ്റ്റീരിയസ്നെസ് എന്തൊക്കെ ഒളിപ്പിച്ച് വെക്കുന്ന സിനിമ പോലെ തോന്നിയപ്പോഴാണ് ഞാനിത് കാണാൻ ചാടി കയറിയത്. കണ്ടിരിക്കാം എന്നതിലുപരി വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഇതിനൊരു പാർട്ട് 2 പാർട്ട് 3 ഒക്കെ വലിപ്പിക്കാനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് കയ്യിലുണ്ടായിരുന്നു റെസിഡൻറ്റ് ഈവിൽ പോലെ. പക്ഷെ അതൊന്നും ചെയ്യാതെ പടം അങ്ങനെ നൈസായിട്ട് കൊന്നു കൊടുക്കി ഗൈസ്. സ്കോട്ട് വൈ ഡൂയിങ് ദിസ് ടു us? വൈ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്.
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത മൂവി റിവ്യൂമായിട്ട് വരാം ആസ് യൂഷ്വൽ. അതുവരയ്ക്കും ഈ പടം കണ്ടിരി. ഓക്കെ.